പമ്പയിലെ അയ്യപ്പ സംഗമത്തിനിടെ വളരെ തികച്ചും വ്യത്യസ്തനായ ഒരു മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ പിണറായി വിജയനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വിനയം തുളുമ്പുന്ന മുഖവുമായി ലാളിത്യത്തോടെ നിൽക്കുന്ന മുഖ്യമന്ത്രി, ആത്മീയത തുളുമ്പുന്ന വാക്കുകൾ. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ. ഭഗവത്ഗീതയെയും ഉപനിഷത്തുകളെയും ഉദ്ധരിക്കുന്നു അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ. അതുമാത്രമല്ല, ക്ഷേത്രങ്ങൾക്ക്, ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നൽകിയ സംഭാവനകൾ, സർക്കാർ നൽകിയ സംഭാവനകൾ അത് വളരെ വലുതാണ്. അത് അക്കമിട്ട് നിരത്തുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വലിയ മാറ്റം തന്നെയാണ് പിണറായി വിജയനിൽ കാണാൻ സാധിച്ചത്. അഭിനയമാണെങ്കിൽ പോലും അത് പല ജനങ്ങളും വിശ്വസിക്കുമെന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു നിഷ്കളങ്കരാണ്. പെട്ടെന്ന് തന്നെ അവരുടെ മനം മാറ്റിയെടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കും. പ്രത്യേകിച്ച് CPM അത് പലതവണ തെളിയിച്ചിട്ടുണ്ട്. 2018 യുവതി പ്രവേശനത്തിന് ശേഷം തകർന്നടിഞ്ഞ CPM 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമുക്കറിയാം. അതിനുശേഷം വെറും 2 വർഷത്തിനുള്ളിൽ തിരികെ ഭരണത്തിൽ വരാൻ പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് അവർക്കെതിരെ തിരിഞ്ഞ ഹിന്ദുക്കളെ പെട്ടെന്ന് തന്നെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ CPMന് സാധിച്ചു. കാരണം വീടുകൾ കയറി ഇറങ്ങി തങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന ആ ഒരു ക്ഷമാപണം പാർട്ടി തലത്തിൽ തന്നെ നടന്നു എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ട് അതിൽ ഇനിയും ഒരു ബാക്ക്ലോഗ് ഉണ്ടായിരുന്നു. അതായത് പൂർണ്ണമായിട്ട് ആ ശബരിമല വിഷയം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഈ അയ്യപ്പ സംഗമത്തിന് പിന്നിലുള്ളത്.